വിശ്വവിദ്യാപീഠം പ്രസൻസ് IQA സ്റ്റേറ്റ് ക്യൂസിംഗ് ചാമ്പ്യൻഷിപ്പ് 2.0 13 ജില്ലകൾ പിന്നിട്ട് അവസാനം ഇന്ന് കണ്ണൂർ എത്തി നിൽക്കുകയാണ്. ഉർസുലൈൻ പബ്ലിക് സ്കൂൾ പയ്യാമ്പലത്ത് വെച്ചാണ് മത്സരം നടക്കുന്നത്. ജില്ലയിൽ നിന്നും ഏകദേശം 50ഓളം സ്കൂളുകളിൽ നിന്നായി 100ഓളം വിദ്യാർത്ഥികളാണ് ഇന്ന് മത്സരിക്കാൻ എത്തിയിരിക്കുന്നത്. മത്സരം നയിക്കുന്നത് ക്യൂ ഫാക്ടറിയുടെ ലിഞ്ചു NK ആണ്. വെൽക്കമിംഗ് ക്വിസ് മാസ്റ്റർ ഓഫ് ദി ഡേ, കണ്ണൂരിന്റെ നിരവധി ക്വിസ് മത്സരങ്ങളിൽ ചാമ്പ്യനായ കേരളത്തിലെ വൺ ഓഫ് ദ ഫേമസ് ക്വിസ് മാസ്റ്റേഴ്സ് മിസ്റ്റർ ലിഞ്ചു NK. First question in the prelims: which month is named after this Roman god of beginnings and transitions? According to Gregorian calendar, we have 12 months. ആ 12 മാസങ്ങളിൽ ഏത് മാസമാണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്ന ഗ്രീക്ക് ഗോഡിൻ്റെ പേരിൽ നാമകരണം ചെയ്തിരുന്നു? Hydrophobia is the fear of what? Her name is Devika Rani Rorich. She is known as the first lady of Indian cinema. 1969 ഈ ഒരു പെർട്ടിക്കുലർ അവാർഡ് ആദ്യമായിട്ട് ലഭിച്ചത് ദേവിക റാണി റോറിച്ചിനാണ്. സോ ഈ അവാർഡ് ഏറ്റവും അവസാനം ലഭിച്ച വ്യക്തി ആരാണ്? With that, we are finishing the preliminary round. The first ever sub-junior category championship in the Kannur district. So team 1. The first question: what you are seeing is a board of village office Pandalayani. ഈ പന്തലായനി എന്ന് പറയുന്ന സ്ഥലം കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട വളരെ പ്രാധാന്യമുള്ള സ്ഥലമാണ്. ഇസ് റിലേറ്റഡ് ടു കേരള ഹിസ്റ്ററി. വാസ്കോ ഡ ഗാമ കപ്പലിറങ്ങിയത് പന്തലായനിയാണോ? കാപ്പാടല്ലേ? കറക്റ്റ് സ്ഥലം. അതായത് നമ്മൾ കാപ്പാടെന്നാണ് പറയുന്നതെങ്കിലും അത് എക്സാക്ട് പ്ലേസസ്. യെസ്, പന്തലായനി. സോ ടീം 1 getting 100 points. 1973 നിങ്ങൾ ചിത്രത്തിൽ കാണുന്ന വ്യക്തി എന്താണ് കണ്ടുപിടിച്ചത്? ആ സാധനത്തിൻ്റെ പേര് മതി. മൊബൈൽ ഫോൺ. അത് ദ റൈറ്റ് ആൻസർ. വിച്ച് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഇസ് നെയ്മഡ് ആഫ്റ്റർ ദിസ് ഗോഡസ്? This is a statue dedicated to whom? ആർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തതിൽ ആരുടെ സ്റ്റാച്യു ആണിത്? And we have finished the finals of sub-junior category and the final score. So first question: International Dash Day, January 31st. Identify the person or the book is written on basis of whose life? The man who fed the world.
ഐഡൻറ്റിഫൈ ദ പേഴ്സൺ. ചിത്രത്തിൽ കാണുന്നത് ആരാണ്? ചിത്രത്തിൽ കാണുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ പ്രായമായ ഫോട്ടോസ് നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ പേപ്പർ വോളണ്ടിയേഴ്സിന് കൊടുക്കുക. ആദിദേവ് PK and ദിൻഹ രാജേഷ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അന്തർ കാരാഗർ പ്രശ്നോത്തരി പ്രതിയോഗിത എവിടെയാണ് ഈ ഒരു ക്യൂസ് നടന്നത്? തീഹാർ ജയിൽ, കാരാഗർ എന്ന് പറയുമ്പോൾ ജയിലാണ്. റൈറ്റ് ആൻസർ. ക്യൂസ് ഹാപ്പൻഡ് ഇൻ തീഹാർ ജയിൽ. തീഹാർ ജയിലിൽ നടന്ന ക്യൂസ് ആയിരുന്നു അത്. നെക്സ്റ്റ് ഇസ് അഗെയിൻ ഓൺ ബസർ. അച്ഛൻ, വീക്ക്, ഉരുട്ട്, നിലാവ് അഭ്യാസം. ഇതൊക്കെ എന്തിൻ്റെ വിവിധ ടൈപ്പുകളാണ്, വകഭേദങ്ങളാണ്? Name one. And that will fetch you 100 points. ചെണ്ടയാണ്. ചെണ്ടയുടെ വിവിധ വകഭേദങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. Team 1 100 points. മാൻഡിബുലാർ അഡ്വാൻസ്മെൻറ്റ് സ്പ്ലിൻറ്റ് MAS ആണ് നിങ്ങൾ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. എന്താണ് ഈ സാധനം? എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്? കൂർക്കം വലിയാണോ? കൂർക്കം വലി, സ്നോറിങ്. അത് റൈറ്റ് ആൻസർ. സ്നോറിങ് അല്ലെങ്കിൽ കൂർക്കം വലി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം ഉപയോഗിക്കുന്നത്. ഇയാളുടെ പേര് വേണമെന്നില്ല. എന്താണ് ഇദ്ദേഹം നിർമ്മിച്ചത്? ഇദ്ദേഹത്തെ തമിഴ്നാട്ടിലൊക്കെ ആൾക്കാർ ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ച് പൂജിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഫൈനൽ സ്കോർ, ടീം 1 in the second position. First runner-up ആണ് ഇന്നത്തെ. And the winners, champions of today's junior edition, we have team from Koothuramba HS with 900 points. ലേണിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? റീഡിങ്, റൈറ്റിംഗ്. ഇതെല്ലാം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ്. ഇറ്റ്സ് കോൾഡ് ക്യൂരിയോസിറ്റി, ഇൻ്റലക്ച്വൽ ക്യൂരിയോസിറ്റി, അറിയാനുള്ള വലിയ തരത്തിലേക്കുള്ള ആഗ്രഹം. ലേണിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്പായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം അൺലേണിംഗ് ആണ്. അതായത് പുതിയൊരു കാര്യം നമ്മൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ, നമ്മൾ പഠിച്ചതിൽ ചില കാര്യങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ അത് മാറ്റി അതിൽ പുതിയ കാര്യത്തെ പ്രതിഷ്ഠിക്കുന്ന സമയത്ത്, പുതിയ കാര്യങ്ങളെ പഠിക്കാനുള്ള സ്പേസ് കൊടുക്കുന്ന സമയത്ത് തെറ്റായ കാര്യങ്ങളാണ് നമ്മുടെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കാര്യകാരണ വിവേകബോധത്തോടുകൂടി ചോദ്യം ചെയ്തുകൊണ്ട് പഠിക്കാൻ, നമ്മൾക്ക് നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് അതെന്തുകൊണ്ട് എന്ന് ചോദ്യം ചോദിക്കാൻ പറ്റുമ്പോഴാണ് പലപ്പോഴും പല പ്രശ്നങ്ങൾക്കും നമുക്ക് ഉത്തരം കണ്ടെത്താൻ വേണ്ടി കഴിയും. ഇനി എത്ര ചോദ്യം ചോദിക്കണം എന്നുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമുണ്ട്. എത്ര ചോദ്യം ചോദിക്കണം? അതിന് ഒരു 5 why അനാലിസിസ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. 5 why അനാലിസിസ്. നിങ്ങളൊരു പ്രശ്നത്തോട് ഒരു തവണ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഉത്തരം കിട്ടും. പക്ഷേ അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് അറിയണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനോട് നിരന്തരമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അപ്പോൾ അറിയാത്ത കാര്യങ്ങളെപ്പറ്റി നിരന്തരമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻ്റലക്ച്വൽ ക്യൂരിയോസിറ്റി നിങ്ങൾക്ക് നിരന്തരമായിട്ട് നിലനിർത്താൻ വേണ്ടി കഴിയട്ടെ. ആ ക്യൂരിയോസിറ്റിയിലൂടെയാണ് ആസ്പയറിംഗ് മൈൻഡ്സ്, നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളായിട്ട് നാളെയുടെ വാഗ്ദാനങ്ങളായിട്ട് നിങ്ങൾക്ക് മാറാൻ വേണ്ടി കഴിയുന്നത്. മുഴുവൻ പേർക്കും എല്ലാവിധ വിജയാശംസകളും നേർന്നു. നന്ദി, നമസ്കാരം. And the champions are Dhyan Krishna KK and Nila Lakshmi K. And the runners-up are Adidev PK and Dinha Rajesh of AKGS,
GHSS Perlashevi, and the champions are Vedika A and Tejasi SB of GHSS Kuthuparamba.